സിദ്ധാർത്ഥൻ സഹി കെട്ട് പൊട്ടിത്തെറിക്കുന്നു. അതേ പ്രേക്ഷകരെ, നമുക്ക് ഇന്നത്തെ പുത്തൻ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പ്രഭാവതിയാണെങ്കിൽ അടങ്ങിയിരിക്കുന്നില്ല. നമ്മുടെ ദേവിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക. ഒരു പരിസരം പോലും മറന്ന ദേവിയോട് ഇങ്ങനെ കയർത്തുകൊണ്ടിരിക്കുക. അവൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അവൾ കാരണമാണ് മീരയുടെ ജീവിതം ഇല്ലാതായതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ നന്ദൻ നമ്മുടെ പ്രഭാവതിയുടെ നേർക്ക് കയർക്കുന്നുണ്ട്. നമ്മ ഒന്നും മിണ്ടായിരിക്കാമോ, കാര്യം അറിഞ്ഞിട്ടാണോ വെറുതെ ദേവിയെ കുറ്റപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നന്ദനും അങ്ങനെ അമ്മയും മകനും പൊരിഞ്ഞ വാക്കുതർക്കവും അടിയും പിടിയും ബഹളമൊക്കെ. ഇതൊക്കെ കേട്ട് സഹി കേട്ടിട്ട് നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോ, രണ്ടിനും അല്ലെങ്കിൽ എൻ്റെ നിന്ന് കിട്ടുന്നല്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധാർത്ഥൻ അവസാനം സഹി കെട്ട ഒരു കലി രൂപത്തിൽ എന്താ പറയുക തിളയ്ക്കുന്നൊരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ പുത്തൻ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ദേവി എസ്തപ്പാനോട് കേണപേക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ദേവി ഇത് തുറന്നു വിടണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എസ്തപ്പാൻ പറയുന്നുണ്ട്, നിന്നെ ഇപ്പോൾ ഇവിടുന്ന് തുറന്നു വിട്ടാൽ നാട്ടുകാർ നിന്നെ പിച്ച് ചെയ്തു, അതിലും വേദം നീ ഇവിടെ ഇരിക്കുന്നതാണെന്ന് നമ്മുടെ എസ്തപ്പാൻ എല്ലാ കാര്യം തുറന്നു പറയുന്നുണ്ട്. ശരിയാണ്, ഇപ്പോൾ പുറത്തിറങ്ങിയാൽ നമ്മുടെ ബലരാമൻ്റെ ഗുണ്ടകളും പ്രഭാവതിയും എല്ലാവരും കൂടി നമ്മുടെ ദേവിയിട്ട് കീറി മുറിക്കും അല്ലേ. അതിലും ഭേദം നമ്മുടെ എസ്തപ്പാൻ്റെ കൂടെ കിട്ടുന്നത് തിന്നും കുടിച്ച് ഇരിക്കുന്നതായിരിക്കും നമ്മുടെ ദേവിക്ക് ഇപ്പോൾ ആരോഗ്യത്തിന് നല്ലത് അല്ലേ. പ്രേക്ഷകർ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.